നമസ്തേ. നമസ്തേ. 720 ഔട്ട് ഓഫ് 720യുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, +2 ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട്. +2വിന് ശേഷം ഒരു വർഷം നിന്ന് വളരെ നന്നായിട്ട് പഠനം മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നമുക്ക് മുമ്പിലുണ്ട്. നീറ്റ് 2024 ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതിന് ശേഷം അല്പം മാർക്ക് കുറവും റാങ്ക് കുറവും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ബെറ്റർ പെർഫോമൻസിനായിട്ട് വീണ്ടും നീറ്റിനെ സമീപിക്കുന്ന കുട്ടികൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പം 3 കാറ്റഗറിക്കാരാണ്. ആദ്യമായിട്ട് തിയറി നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉൾപ്പെടെയുള്ള ഈ ബാച്ചുകൾ. തീർച്ചയായിട്ടും എക്സാം റിലേറ്റഡ് ആണ്. നീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, മെയ് 4-ാം തീയതി ആ ഒരു എക്സാം, ആ ഒരു ദിവസത്തെ പെർഫോമൻസ്, സബ്ജക്റ്റ് 180ഓളം ചോദ്യങ്ങൾ കൃത്യമായിട്ടുള്ള ആ സമയത്തിനുള്ളിൽ എഴുതി തീർക്കുക, ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് ഏറ്റവും നല്ല പ്രൊഫഷണൽ കോളേജുകളിൽ പ്രവേശനം നേടുക. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ നമ്മുടെ വീക്കിലി എക്സാമുകളാണെങ്കിലും നിങ്ങൾ ഫാക്കൽറ്റീസ് തയ്യാറെടുക്കുമ്പം പല രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് പല ആഴ്ചയും പരീക്ഷ ഇടാറുണ്ട്. വളരെ എളുപ്പമുള്ള രീതി ഇടാറുണ്ട്, ടഫായിട്ടുള്ളത് ഇടാറുണ്ട്. അതൊരിക്കലും നമ്മളൊരു എക്സാമിനെ മുൻകൂട്ടി കണ്ടിട്ടില്ല, ആ സബ്ജക്റ്റ് ഡീപ്പായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വളരെ നല്ലൊരു ടഫായിട്ടുള്ളൊരു എക്സാം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ആ മാർക്കിനെ അല്ല റാങ്കിനെ എത്രത്തോളം അവർ ആ ഒരു വീക്കിലി എക്സാമിൻ്റെ റാങ്ക് അല്ല മാർക്ക് എന്നുള്ളത് അവർ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ സാർ, ഒരു ക്വസ്റ്റ്യൻ ടഫാകുന്നു എന്ന് പറയുന്നിടത്ത് കുറേ ഫാക്ടേഴ്സ് ഉണ്ടാകാം. ഇപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ ഒരുപക്ഷെ ആ കുട്ടി ആ കോൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചിട്ടില്ല, ഒന്നും ജസ്റ്റ് ഒന്ന് നോക്കി പോയിട്ടേ ഉണ്ടാകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കോൺസെപ്റ്റ് ക്ലാരിറ്റി കുറവുകൊണ്ട് എവിടേക്കോ മിസ്സിങ് വരുന്നതുകൊണ്ട് കുഞ്ഞിന് തന്നെ ഈ ഒരു എക്സാം ഇച്ചിരി ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് കുറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ആവറേജ് എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ച കുട്ടികൾക്കെല്ലാം ഒരു നല്ല റാങ്ക് കിട്ടുകയും ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആ കുഞ്ഞ് കുറച്ചൊന്ന് പുറകെ പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അയാൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആ പഠിച്ച ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഞാൻ ആ പഠിച്ച കോൺസെപ്റ്റിൽ എനിക്ക് എന്താണ് കുറവ്, ആ ക്ലാരിറ്റി കുറവുള്ളത് കൊണ്ടാണ് ഇത്രയും കുട്ടികൾ മറ്റുള്ള കുട്ടികൾ അത്രയും മാർക്ക് വാങ്ങിക്കുമ്പോഴും ഞാൻ പുറകോട്ട് പോയത്. അവിടെ എൻ്റെ കുറവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഡെയിലി ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ ഈ പറഞ്ഞ 2 വർഷം ഞാൻ ഈ ടോപ്പിക്ക് പഠിച്ചതാണ്, ഞാൻ 14 മണിക്കൂർ ഒരുപാട് ന്യായീകരണങ്ങളുണ്ട്. പക്ഷെ എത്ര ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിയാമെങ്കിൽ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കത് എഴുതാൻ പറ്റണം. അത് പറ്റാതെ വന്നാൽ ഡെഫിനറ്റ് ആയിട്ടും അതിലെവിടെയോ ഒരു മിസ്സിംഗ് ഉണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക തന്നെ വേണം. ഇനി ചില ചാപ്റ്റേഴ്സ് വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ +2 ലെവൽ വരെ നമ്മൾ പഠിക്കുന്ന ഒരു പെരിഫറൽ ലെവൽ ഓഫ് ലേണിംഗ് ആണ്. അതിൽ നിന്ന് മാറി ചില ചാപ്റ്ററുകൾ കുറച്ച് ഇൻഡെപ്തിലേക്ക് പോകുമ്പോൾ അവർക്ക് തന്നെ ആദ്യമായിട്ടായിരിക്കും ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യനുകൾ, ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ എഴുതുന്ന കുട്ടികൾ ആ റേഞ്ചിലുള്ള ക്വസ്റ്റ്യനുകൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്ന അത്തരം ക്വസ്റ്റ്യനുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ, ഞാനിത് എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കാൻ എടുക്കുന്ന ഒരു സമയം, അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാൻ എടുക്കുന്ന അവർക്കൊരു ഡിഫിക്കൽറ്റി ഉണ്ടാകാം. അതുകൊണ്ട് ചിലപ്പോൾ അവർക്കൊരു ഡിഫിക്കൽറ്റി ലെവൽ തോന്നുന്നതാകാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരുമ്പോൾ അവരത് പ്രാക്ടീസ് ആയിക്കോളും. ഒരു ദിവസം രാവിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത ഉടനെ തന്നെ ആ കോൺസെപ്റ്റ് പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റും എന്നവർ പ്രതീക്ഷിക്കരുത്. മറിച്ച് 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അതിന് ഏറ്റവും നല്ലൊരു വേ എന്ന് പറയുന്നത് അവർ തന്നെ സെൽഫായിട്ട് സമയമെടുത്ത് ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. പരീക്ഷയുടെ ആ ഒരു ആംബിയൻസ് അല്ലാതെ വീട്ടിലിരുന്ന്, ഹോസ്റ്റലിലിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസ് റൂമിലിരുന്നോ ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് സെൽഫായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ക്രിയേറ്റഡ് ആകുന്ന ഒരു റിലാക്സ്ഡ് ആംബിയൻസ്, അത് അവർക്ക് ഓക്കെ ആണ്, എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്ന് തോന്നലുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൺസെപ്റ്റ് നന്നായിട്ട് അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ ഇതുവരെ കാണാത്തത് കൊണ്ട് ഉണ്ടായ ചെറിയൊരു ഡിഫിക്കൽറ്റി, അത് നിങ്ങൾ തന്നെ റിസോൾവ് ചെയ്തെടുക്കാൻ നോക്കുക. അത് അവിടെയാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ കുട്ടികളും ചെയ്യുന്നത്. ഒരു ക്ലാസ് കണ്ടിട്ട് തിരിച്ചു വരുന്നു, അല്ലാതെ ഒരു പ്രാവശ്യം പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ഇതിനകത്തുള്ള എല്ലാ പ്രോബ്ലങ്ങളും ഞാൻ പഠിച്ചാലേ ഈ ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടുള്ളൂ എന്ന് ചിലരുടെ തെറ്റിദ്ധാരണയുണ്ട്. എന്നിട്ട് ഈ ലേണിംഗ് ആപ്പ് അല്ലെങ്കിൽ വേറെയുള്ള പല ഗൈഡുകൾ പലതിന് പുറകെ വീണ്ടും പോകുന്നു. യഥാർത്ഥത്തിൽ അതല്ല രീതി, അല്ലേ? ശരിക്കും പറഞ്ഞാൽ സാർ, ആ കോൺസെപ്റ്റ് അവർ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവർ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് ആ ക്വസ്റ്റ്യനിൽ എന്താണ് ഞാൻ ഇടേണ്ടതെന്ന് അവരുടെ മനസ്സിലേക്ക് വരണം. അത് വന്നു കഴിയുമ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു പല കുട്ടികളും വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് വീണ്ടും ഒരു അധ്യാപകൻ അത് പറഞ്ഞു തന്നാലേ അത് മനസ്സിലാകും, അത് എൻ്റെതായിട്ട് ചെയ്താൽ ശരിയാകുമോ എന്ന് പലപ്പോഴും കുട്ടികൾക്ക് ഡൗട്ടുണ്ട്.
അതല്ല വേണ്ടത്. നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ച് കൃത്യമാക്കി വെച്ചിട്ടുണ്ട്, അത് എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഡേറ്റ അതിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് നമ്മൾ തന്നെ ഒരു തോട്ട് പ്രോസസ്സ്, ഒരു സെൽഫ് അനാലിസിസ് നടത്തി കൊണ്ടുവരണം. അത് കൊണ്ടുവരുമ്പോൾ തന്നെ അത് കുറച്ചൊക്കെ ഒരു പ്രാക്ടീസിലൂടെ കിട്ടുന്ന കാര്യമാണ്. അത് നിങ്ങൾ വറി ചെയ്യേണ്ട. കാരണം നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മൾ വീക്ക്ലി എക്സാംസ് ഒക്കെ എഴുതുന്നേ ഉള്ളൂ. നമ്മൾ മോഡൽ എക്സാമിൻ്റെ ഒരു ടൈമിലേക്ക് വരുമ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു സ്ട്രീമിലേക്ക് വന്ന് തുടങ്ങും. അവിടെയാണ് ഇന്നത്തെ ഈ ഒരു യുവതലമുറയ്ക്ക് ഏറ്റവും അധികം ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. കാരണം ഒരു ചോദ്യം കിട്ടി, നമുക്ക് അതിനെ കിട്ടുന്നില്ലെങ്കിൽ ഉടനെ നമുക്ക് ആ ചോദ്യം നമുക്ക് ഗൂഗിളിലോ സെർച്ച് ചെയ്ത് അപ്പം തന്നെ അതിൻ്റെ സൊല്യൂഷൻ, ഡീറ്റെയിൽ സൊല്യൂഷൻ കിട്ടി. അതൊന്ന് കണ്ടു കഴിയുമ്പോൾ ഇത് ഇത്ര എളുപ്പമായിരുന്നത് ആ പാർട്ടങ്ങ് മടക്കി വെക്കും. നേരെ മറിച്ച് അതൊന്ന് തന്നെത്താൻ ചെയ്യാൻ ഒരു 4-5 പ്രാവശ്യം ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രാവശ്യം കാണുന്നതിനേക്കാളും 1000 ഇരട്ടി പ്രയോജനം ഉണ്ടായിരുന്നു. മാത്രമല്ല സർ, അവിടെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ കുറച്ച് ആക്റ്റീവായിട്ട് അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റത് നമ്മളിങ്ങനെ ക്യാപ്സ്യൂൾ ഫോമിൽ വിഴുങ്ങുകയാണ്. അങ്ങനെ വിഴുങ്ങുന്നിടത്താണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ ഇച്ചിരി ഒരു ഇൻഡെപ്തിൽ, അല്ലെങ്കിൽ ഒന്ന് മാറി നമ്മൾ ഈ പഠിക്കുന്ന അതേ കോൺസെപ്റ്റ് തന്നെ പഠിക്കുന്ന അതേ രീതിയിൽ ചോദിക്കണം എന്നില്ല. ഒന്ന് മാറി വന്നാൽ ഓക്കെ ഇതല്ല, ഞാൻ ഇങ്ങനെയാണത് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചിന്ത നമുക്ക് വരണം. ആ ഒരു തോട്ട് പ്രോസസ്സിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വർക്ക്, ഒരു ബ്രെയിനിന് ആ ഒരു ടെൻഡൻസി വേണം. നമ്മൾ റാപ്പിഡായിട്ട് പോയി ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാക്കി ഞാനൊരു പ്രോബ്ലം ചെയ്യാം അല്ലെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ കാണാതെ പഠിക്കുന്നത് മാത്രമേ അത് വർക്കൗട്ട് ആവുള്ളൂ. അല്ലാതെ വരുന്ന സ്ഥലത്തെല്ലാം അത് പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പം നമ്മൾ അതല്ല ചെയ്യേണ്ടത്, മറിച്ച് നമ്മുടേതായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് കൊടുക്കണം. ഇവിടെ മാർക്ക് ഇച്ചിരി കുറഞ്ഞു പോയാലും നിങ്ങൾ കാര്യമാക്കണ്ട. വീക്കിലേക്കൊക്കെ മാർക്ക് കുറഞ്ഞു പോട്ടെ, സാരമില്ല. കുറച്ച് സമയമെടുത്ത് നിങ്ങളത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ മോഡൽ എക്സാം തൊട്ട് നമ്മൾ മാർക്കിനെ കുറിച്ച് വറി ചെയ്താൽ മതി. തൽക്കാലം റാങ്കും മാർക്കും നിങ്ങൾ അപ്പോൾ വിചാരിക്കേണ്ട ഒരു കാര്യം, എനിക്ക് ആ കോൺസെപ്റ്റിൽ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ശരിയല്ല, ഞാൻ ഈ രീതിയിലല്ല ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതി ശരിയല്ല, ഞാൻ മറ്റൊരു വേയിൽ ചിന്തിക്കണം. അവിടെ എൻ്റെ കുറവ് എന്താണെന്ന് തിരിച്ചറിയാനുള്ള അവസരമാണിത്. പിന്നെ വേറെയും ഒരു കാര്യം സർ, ഇപ്പോൾ അവർ പറയുന്ന വലിയൊരു കാര്യം, ആദ്യത്തെ ക്വസ്റ്റ്യനൊക്കെ ആദ്യത്തെ വീക്ക്ലി എക്സാംസിനൊക്കെ വരുന്ന ഓപ്ഷൻസ് കാണുമ്പോൾ ഞങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല, എഴുതാൻ ഞങ്ങൾക്ക് ആൻസർ അറിയാം, എഴുതാം. പക്ഷെ ഇപ്പോൾ വരുന്ന ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷൻ. എൻ്റെ അറിവ് കൂടുന്നതിനനുസരിച്ചാണ് എനിക്ക് ബാക്കി പ്രോബ്ലംസും കൺഫ്യൂഷൻസും വരുന്നത്. നമുക്ക് ഒന്നിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ വി ഡോണ്ട് ഹാവ് എനി കൺഫ്യൂഷൻ. നമുക്ക് ആൻസർ മാത്രം നോക്കിയാൽ മതി. പക്ഷെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അപ്പം വിചാരിച്ചോ, നമ്മുടെ തലയിലോട്ട് കണ്ടന്റുകൾ കയറുന്നതിനനുസരിച്ച്, കോൺസെപ്റ്റുകൾ മാറുന്നതിനനുസരിച്ച്, ഒരുപാട് ചാപ്റ്റർ ഇൻഡെപ്തിൽ ആലോചിക്കുന്നത് വഴി, അല്ലെങ്കിൽ ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ വരുമ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നിടത്താണ് എനിക്ക് കൺഫ്യൂഷൻ വരുന്നത്. അവിടെ ആ കൺഫ്യൂഷൻ ഓവർകം ചെയ്യാൻ ഏത് ചാപ്റ്ററുകൾ ഏതുമായിട്ടാണ് ഇൻ്റർലിങ്ക് വരുന്നതെന്ന് മിനിമം നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുമ്പോഴെങ്കിലും അറിഞ്ഞിരിക്കണം. അത് ആ അധ്യാപകനോട് ചോദിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴോ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനോട് കണക്ട് ചെയ്ത് വരാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്. ആ ചാപ്റ്റർ പഠിക്കാത്തത് കൊണ്ടാണോ എനിക്കിപ്പോൾ ഡിഫിക്കൽറ്റി വന്നത്, 2 ചാപ്റ്ററും പഠിച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് രണ്ടും കൂടി കണക്ട് ചെയ്തപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഡിഫിക്കൽറ്റി വന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കേണ്ട കാര്യം. കാരണം ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സമയമാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം ഫിനിഷ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് ഇന്റർലിങ്ക് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനുകളെ ആൻസർ ചെയ്യാൻ പറ്റണം. അവിടെ അത് പറ്റാതെ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ ചോദിച്ച 3 ചാപ്റ്റർ അല്ലെങ്കിൽ കണക്ട് ചെയ്ത് വരുന്ന 3 ചാപ്റ്റർ ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, പക്ഷേ കണക്ട് ചെയ്ത് വന്നപ്പോൾ എനിക്കതിൽ എന്തോ ഒരു മിസ്സിങ്. അപ്പോൾ എവിടെയാണ് ആ ഒരു മിസ്സിങ് ലിങ്ക് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയം, അത് നിങ്ങൾ എടുക്കുക മാത്രമല്ല, അത് വേറൊരാളിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചല്ല നിങ്ങളത് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ തന്നെ ആ മിസ്സിങ് ലിങ്ക് മനസ്സിലാക്കുകയും അതിന് നിങ്ങൾ തന്നെ ഒരു ആൻസർ കണ്ടെത്തുകയും വേണം. കാരണം അവനവൻ്റെ വർക്ക് എത്രത്തോളം ഇതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് വലിയൊരു ഘടകമുണ്ട്. കാരണം നമ്മളിപ്പം 14 മണിക്കൂർ പഠിച്ചു അല്ലെ 15 മണിക്കൂർ പഠിച്ചു എന്ന് പറയുന്നിടത്ത് നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്തു എന്നുള്ളത്, ആ കണ്ടന്റ് എന്ന് പറയുന്നതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അതിൽ നമുക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിച്ചു. വെറുതെ NCERT വായിക്കുന്നു, അല്ലെങ്കിൽ ഇ ലേണിംഗ് ആപ്പ് കാണുന്നു, അല്ലെങ്കിൽ സൊല്യൂഷൻ കാണുന്നു, വീഡിയോ ക്ലാസ്സുകൾ കാണുന്നു, അങ്ങനെ പലതും. പക്ഷേ ഇവിടെയൊക്കെ നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് എത്രയുണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാന ചോദ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ടോപ്പിക്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നവംബർ അവസാനത്തോടെ എടുക്കുന്നു, ഒരു ഡിസംബർ പകുതിയോടുകൂടിയൊക്കെ നമ്മുടെ ഏതാണ്ട് 90% തീരും. അതിനുശേഷം ഒരു വെക്കേഷൻ, വീണ്ടും ജനുവരി കൊണ്ട് നമ്മുടെ എല്ലാ ടോപ്പിക്കുകളും തീരുകയും ചെയ്യും. അതായത് ബാക്ക്ലോഗ്സ് ഒക്കെ തീർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ഈ ഒരു ടൈം ഷെഡ്യൂളിനെ കുറിച്ച്, വെക്കേഷനെ കുറിച്ചൊക്കെ ഒന്ന് നമ്മൾ എങ്ങനെയാണ്? സർ, എനിക്ക് തോന്നുന്നു ഇവര് ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വെക്കേഷനാണ് ക്രിസ്മസ് വെക്കേഷൻ. നമുക്ക് എല്ലാ ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെ വേണം, പക്ഷേ എങ്കിലും ഈ ഒരു സമയം കുറച്ചുകൂടെ ക്രൂഷ്യലാണ്. കാരണം ഓണം വെക്കേഷൻ തുടങ്ങിയ സമയത്ത് വളരെ കുറച്ച് ടോപ്പിക്കുകളെ നമ്മൾ പഠിച്ചു തീർത്തിട്ടുള്ളൂ. അപ്പോൾ പെൻഡിങ് വരുന്നതിൻ്റെയും അളവ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും.
പക്ഷേ ഈ സമയം ഡിസംബറേ ആയിട്ടുള്ളൂ എങ്കിൽ കൂടി ഒരു 80% 90% ടോപ്പിക്കുകളും കംപ്ലീറ്റ്ലി കവേർഡ് ആണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ കവേർഡ് ആയപ്പോൾ എല്ലാ കുട്ടികളും അത് മുഴുവൻ പഠിച്ചു തീർത്ത് വെച്ചവരല്ല. കുറച്ചു പേർക്കെങ്കിലും തന്നെ നല്ല രീതിയിൽ ബാക്ക്ലോഗ്സ് ഉണ്ട്. 60-70% കുട്ടികൾക്കും ബാക്ക്ലോഗ്സ് ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ചാപ്റ്റർ ആസ് എ ഹോൾ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഒരു കണ്ടന്റ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഫോമുല ആയിരിക്കാം, ചിലപ്പോൾ ഒരു പേജ് ആയിരിക്കാം, പല പല മിസ്സിങ്ങുകൾ ഉണ്ടാവാം. അത് തീർക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് ഈ കിട്ടുന്ന വെക്കേഷൻ എന്ന് പറയുന്നത്. 10 days വെക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ 10 ദിവസവും ഇഫക്റ്റീവായിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു അര ദിവസം നിങ്ങൾ ആഘോഷിക്കാൻ എടുത്താലും, ഞങ്ങൾ ഇപ്പോൾ സജഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഹോളിഡേയ്സിന് വീട്ടിൽ പോലും പോകണ്ട എന്ന് പറയാനാണ് എനിക്ക് ഏറ്റവും കുറയ്ക്കേണ്ട സമയം തന്നെയാണ് 2024 ഡിസംബർ. കാരണം 2025 ഡിസംബർ നമുക്ക് എവിടെയാണ് ആഘോഷിക്കേണ്ടത്? അപ്പം നമ്മൾ ഓണം ആഘോഷിച്ചപ്പോൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം നമുക്ക് 10 ചാപ്റ്റർ പഠിച്ചിട്ട് അതിൽ പെൻഡിങ് വരുന്നതും ഏകദേശം 80 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് അതിൽ പെൻഡിങ് വരുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ കുറവുകൾ പരിഹരിക്കാനുള്ള, നമ്മുടെ ബാക്ക്ലോഗ്സ് തീർക്കാനുള്ള സമയമാണ്. അതിന് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു ദിവസം എത്ര മണിക്കൂറാണോ പഠിക്കാൻ കിട്ടുന്നത് അതിൽ എത്ര ദിവസം നിങ്ങൾ വിനിയോഗിക്കും. ഇപ്പോൾ 8 ദിവസം വിനിയോഗിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒരു ദിവസം 10 മണിക്കൂർ വെച്ച് പഠിക്കുമ്പോൾ ടോട്ടൽ 80 hours. ഈ 80 hours എത്ര ചാപ്റ്റേഴ്സ് ആണോ പെൻഡിങ് ഉള്ളത് അത്രയും ചാപ്റ്റേഴ്സിനെ ഡിവൈഡ് ചെയ്ത് ഒരു പ്രീ പ്ലാനർ നിങ്ങൾ ഉണ്ടാക്കി തന്നെ വെക്കണം. രാവിലെ എടുത്ത് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കാം എന്ന് കരുതുകയേ ചെയ്യരുത്. കാരണം ബൾക്ക് പെൻഡിങ് ഉള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ചും ഫിസിക്സും കെമിസ്ട്രിയും സുവോളജിയും ബോട്ടണിയും ഒക്കെ പെൻഡിങ് ഉള്ളപ്പോൾ നമ്മൾ ആദ്യം ഫിസിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും ഇച്ചിരി ഒരു ഡിഫിക്കൽട്ടി വരുമ്പോൾ അയ്യോ എനിക്ക് ബയോളജി ആണല്ലോ മാർക്ക് കിട്ടാൻ കൂടുതൽ എളുപ്പം, അതാണല്ലോ കൂടുതൽ പെൻഡിങ്, ഉടനെ തന്നെ ബോട്ടണി എടുക്കുന്നു. ഒരു ചാപ്റ്റർ വായിച്ച് പകുതി ആകുമ്പോൾ അയ്യോ കെമിസ്ട്രി, എനിക്ക് ഫിസിക്കൽ കെമിസ്ട്രി ഒട്ടും അറിയില്ലല്ലോ, ഇത് വേണ്ട അത് വായിക്കാം. അപ്പോൾ നമുക്ക് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇങ്ങനെ ബുക്കുകൾ മാറി മാറി വായിച്ച് അല്ലെങ്കിൽ പേജുകൾ മറിച്ച് വെറുതെ നമ്മൾ സമയം കളയും. അതല്ല വേണ്ടത്. 9 മണി തൊട്ട് 12 മണി വരെ ഞാൻ ഇന്ന സബ്ജക്റ്റേ പഠിക്കൂ, പഠിക്കുന്നത് ഞാൻ ഇന്ന ചാപ്റ്ററാണ് എനിക്ക് പെൻഡിങ്, ആ ചാപ്റ്ററേ പഠിക്കൂ. അത് നിങ്ങൾ കൃത്യമായിട്ട് പ്രീ പ്ലാൻ ചെയ്ത ഒരു പ്ലാനർ, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി തന്നെ വെക്കണം, ജസ്റ്റ് ഫോർ നിങ്ങളുടെ വെക്കേഷൻ. അത് ഓൺലൈൻകാരായാലും റെസിഡൻഷ്യലുകാരായാലും നമ്മുടെ റിപ്പീറ്റേഴ്സ് ആയാലും നിങ്ങൾക്കേ അറിയൂ നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ, എത്ര കണ്ടന്റ്, എത്ര യൂണിറ്റ് പെൻഡിങ് ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് എത്ര മണിക്കൂർ, ഒരു ദിവസം ഞാൻ എത്ര മണിക്കൂർ എനിക്ക് ഇടാൻ പറ്റും, ടോട്ടൽ എനിക്ക് എത്ര ദിവസം കിട്ടും, അതനുസരിച്ച് നിങ്ങൾ ഒരു പ്രീ പ്ലാനർ ഉണ്ടാക്കി വെച്ച്, ഇനി ഒരു പ്ലാനർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 9 മണി തൊട്ട് 12 മണി വരെ ഞാൻ ഫിസിക്സേ പഠിക്കൂ എന്ന് എഴുതി വെച്ചാൽ 9 മണി തൊട്ട് 10 മണിക്കൂർ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് വെപ്രാളം വരും. കെമിസ്ട്രിയാണ് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാത്തത്, കെമിസ്ട്രി ഫിസിക്സ് പഠിച്ചാലും എനിക്ക് കിട്ടത്തില്ല, കെമിസ്ട്രി ആകുമ്പോൾ പഠിച്ചാൽ കിട്ടും, ഉടനെ തന്നെ ഇതിട്ടിട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ദയവ് ചെയ്ത് അത് ചെയ്യരുത്. നിങ്ങൾ ഫിസിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആകുന്നു എന്ന് തോന്നിയാൽ അവിടുന്ന് എണീറ്റ് ഒന്ന് മുഖം കഴുകി ഒന്ന് നടന്ന് ഏതെങ്കിലും കുഞ്ഞൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നെങ്കിൽ ഒരു 2 വാക്ക് സംസാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റിയിൽ ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് തിരിച്ചു വന്ന് അതേ സബ്ജക്റ്റ് നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ പ്ലാനറിൽ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സബ്ജക്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ പ്ലാനർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് 1 മണിക്കൂർ ഫിസിക്സ്, 1 മണിക്കൂർ കെമിസ്ട്രി, 1 മണിക്കൂർ ബോട്ടണി, 1 മണിക്കൂർ സുവോളജി, നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അതിൽ നിന്ന് നിങ്ങൾ ഡീവിയേറ്റ് ചെയ്ത് മാറരുത്. അവിടെയാണ് നമുക്ക് ഈ മറിച്ച് നോക്കലിൻ്റെ പ്രോബ്ലം വരുന്നത്. കാരണം നമുക്ക് ഒത്തിരി പെൻഡിങ് വരുമ്പോഴാണ്, ഒരു ചാപ്റ്ററൊക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെ ഇത് പഠിച്ചിട്ട് അത് പഠിക്കാമെന്ന് വെക്കും. ഒത്തിരി പെൻഡിങ് വരുമ്പോൾ നമുക്ക് ഫിസിക്സ് തീർക്കണോ, കെമിസ്ട്രി തീർക്കണോ, ബോട്ടണി തീർക്കണോ, ഭയങ്കര കൺഫ്യൂഷൻ ആവും. ആ ഒരു കൺഫ്യൂഷൻ വെറുതെ പേജ് മറിക്കലിൽ നമുക്ക് ജനുവരി 20 കൂടിയാണ് നമുക്ക് ഏതാണ്ട് എല്ലാ ചാപ്റ്ററുകളും നമുക്ക് റിവൈസ് ചെയ്ത് തീർക്കേണ്ട ഒരു സമയം. ജനുവരി 22 കൂടിയൊക്കെ നമ്മൾ യൂണിറ്റ് വൈസുകൾ ഏതാണ്ട് 10ഓളം യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുള്ള യൂണിറ്റ് എക്സാമുകൾ, അതിനുശേഷം കമ്പൈൻഡ് യൂണിറ്റുകൾ, പിന്നെ ഫസ്റ്റ് ഇയർ ടോപ്പിക്ക്, പിന്നെ സെക്കൻഡ് ഇയർ ടോപ്പിക്ക്, പിന്നെ ഓൾ യൂണിറ്റ്. അങ്ങനെയാണ് നമ്മൾ മെയ് 4-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് എക്സാം ഹാളിൽ ഇരിക്കുന്നത്. അപ്പം ഈ ഒരു സമയം, അതായത് നവംബർ 20 എത്തുന്നു, ഡിസംബർ 20, ജനുവരി 20, കൃത്യമായിട്ടും 60 ദിവസങ്ങൾ നമുക്ക് മുമ്പുണ്ട്. 80-82 ചാപ്റ്ററുകൾ നമുക്കുണ്ട്. അല്ലെങ്കിൽ കൃത്യമായിട്ട് ചാപ്റ്ററിന് കണക്ക് പറയാൻ എനിക്ക് തോന്നുന്നു 76-78 ചാപ്റ്ററുകൾ എന്നൊക്കെ പറയാം ഇപ്പോൾ പുതിയ സിലബസ് അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടും ഇനിയും നിങ്ങൾക്ക് ഒരു ബാക്ക്ലോഗ്സും ഇല്ലാതെ ചാപ്റ്ററുകൾ എല്ലാവർക്കും റിവൈസ് ചെയ്യാനുള്ള സമയങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അപ്പം അത് കൃത്യമായൊരു പ്ലാനോടുകൂടി തന്നെ നമ്മൾ മുമ്പോട്ട് പോകണം. ഇപ്പോഴും ചില കുട്ടികളെങ്കിലും എൻ്റെ സമയം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എനിക്ക് ഓവർ തിങ്കിങ് ആണ്, എനിക്ക് ക്ഷീണമാണ്, എനിക്ക് ഉറക്കം വരുന്നു എന്നുള്ള ചില പല്ലവികൾ ആവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിലും ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈം റിപ്പീറ്റർ അല്ലെങ്കിൽ തേർഡ് ടൈം ചെയ്യുന്നവരാണ്
ഈ ഓവർ തിങ്കിങ്ങിലോട്ട് പോകുന്നൊരു സമയം അത് നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ജനുവരി വരെ നിങ്ങൾക്ക് നല്ല മാർക്കായിരിക്കും, പക്ഷെ ജനുവരിയിലാണ് നിങ്ങൾ അല്പമെങ്കിലും പുറകോട്ട് പോകാനുള്ള സാധ്യത. അതും തിരിച്ചറിഞ്ഞ് ഈ ഒരു ജനുവരി വരെ ഉള്ള ഒരു പ്ലാൻ അല്ലേ സെക്കൻഡ് ടൈം ഒക്കെ ചെയ്യാൻ എനിക്ക് തോന്നുന്നു. ഈ ഒരു സമയമാകുമ്പോൾ അവര് പ്രത്യേകിച്ചും ഈ റിപ്പീറ്റർ ആകുമ്പോൾ അവർക്ക് ഓൾറെഡി കോൺസെപ്റ്റ്സ് ഒക്കെ അറിയാം. അപ്പോൾ ജാനുവരി ആകുമ്പോഴത്തേക്കും അവർക്ക് അതുവരെ പഠിച്ച് ഓക്കെ ഞാൻ ജാനുവരി വരെ എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. ഈ പരീക്ഷ തുടങ്ങി കഴിയുമ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിച്ചു പോയാൽ വലിയ പ്രശ്നമില്ലാതെ പോകും. എവിടെയെങ്കിലും ഒരു മാർക്കൊന്ന് കുറഞ്ഞാൽ അത് തൊട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് താഴേക്കാണ്. ഒരു മാർക്ക് ഇപ്പോൾ 710 നിൽക്കുന്ന ഒരാൾ ഒരു 700 വന്നാൽ പിന്നെ അത് 690, 650, 590, 450 ആ റേഞ്ചിലേക്കാണ് കൂപ്പ് കുത്തി പോകുന്നത്. ഞാൻ ഇപ്പോഴും തൊട്ട് മുന്നേ ഒരു കുഞ്ഞിൻ്റെ പ്രോഗ്രസ് കാർഡ് കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ റിപ്പീറ്ററാണ്, എന്നോട് പറഞ്ഞത് അത് തന്നെയാണ്. ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ചിന്ത കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആകുമോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ പ്രാവശ്യം അല്ല ഇത്. അതിനെക്കുറിച്ച് നമ്മൾ ഇനി വറി ചെയ്യേണ്ട. കഴിഞ്ഞതാണ്. അതെ, അതിനെക്കുറിച്ച് വീണ്ടും ആലോചിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആകുമോ എന്ന് ചിന്തിച്ചിരുന്നാൽ നമുക്കൊന്നും നടക്കില്ല. സോ കഴിഞ്ഞ പ്രാവശ്യത്തെക്കുറിച്ചോ ഇനി വരാനുള്ള പ്രാവശ്യത്തെക്കുറിച്ചോ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട. നമ്മൾ ക്വസ്റ്റ്യനുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ കോൺസെപ്റ്റ് അറിയാമെന്നുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എത്രത്തോളം നിങ്ങൾ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക അതിനനുസരിച്ച് ഏറ്റവും റാപ്പിഡായിട്ട് നമുക്ക് എഴുതാൻ പറ്റണമെങ്കിൽ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടിരിക്കണം, നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടിരിക്കണം. അവിടെ നമ്മുടെ ഒരു പ്രോബ്ലം, നമ്മളിപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ വിചാരിക്കുകയാണ്, അയ്യോ എനിക്കിത് പറഞ്ഞു തീർക്കാൻ പറ്റുമോ? ഈ പറഞ്ഞു തീർക്കാൻ പറ്റുമോ എന്ന നെഗറ്റീവ് തോട്ട് വരുമ്പോൾ നോർമലി നമ്മൾ എന്താ ചെയ്യുക? പറഞ്ഞു തീർക്കാൻ പറ്റുമോ എന്ന ആ നെഗറ്റീവ് തോട്ടിൻ്റെ വാല് പിടിച്ച് ഇങ്ങനെ ആലോചിച്ച് പിന്നെ പറഞ്ഞു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ബോധം കെട്ട് വീഴും, പിന്നെ എനിക്ക് എന്ത് പറ്റും? അങ്ങനെ ചിന്തിച്ചങ്ങ് പോവാണ്. സോ നിങ്ങളായാലും എനിക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ ആകുമോ, അല്ലെങ്കിൽ ഈ വർഷം എന്ത് വരും എന്നൊരു നെഗറ്റീവ് തോട്ട് വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആ തോട്ടിനെ ഒന്ന് ബ്രേക്ക് ചെയ്യണം. അതിൽ പിടിച്ച് അവിടെയാണ് ഇന്നലെ മുഴുവൻ ഞാൻ ആലോചിച്ച് കിടന്നു മിസ്സേ, ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ കഴിക്കാൻ എടുത്തപ്പോൾ ഇങ്ങനെ തോട്ട് വന്നിട്ട് ഞാൻ ഫുഡ് കൊണ്ട് കളഞ്ഞു. നമ്മൾ ആ തോട്ടിൻ്റെ ഒരു ത്രെഡ് ഒരു അറ്റം കിട്ടിയാൽ മതി. നമ്മുടെ മനസ്സ് അങ്ങനെയാണ്, നമ്മൾ അതിൽ പിടിച്ചങ്ങ് പോവും. നമുക്ക് ലോട്ടറി അടിച്ചു, ഞാൻ ലോട്ടറി അടിച്ചു, ലോട്ടറി അടിച്ചാൽ എങ്ങനെയാവും എന്ന് പറഞ്ഞ് പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് തോട്ടായാലും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു തോട്ട് വന്നാൽ അതിൻ്റെ പുറകെ പോകാതെ അതിനെ ബ്രേക്ക് ചെയ്യണം. അതൊരു മനഃപൂർവ്വമായിട്ട് ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട കാര്യമാണ്. അത് നിങ്ങൾ പർപ്പസ്ഫുള്ളി ചെയ്തേ പറ്റൂ. കാരണം ഈ തോട്ട് വരുമ്പോൾ കൂടെ പോകാനുള്ള ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ട്, മാനസികമാണ്. പക്ഷെ അതിനെ ബ്രേക്ക് ചെയ്ത് അവിടെ തന്നെ പിടിച്ചു നിർത്തിയില്ലനോ ഞാനിപ്പോൾ ഒന്നും ആലോചിക്കുന്നില്ല, ഓക്കെ ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്, ഞാൻ പ്രാക്ടീസും ചെയ്യുന്നുണ്ട്, എനിക്കെല്ലാം കിട്ടുന്നുണ്ട്, ഓക്കെ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ പറയുക. അത് ഒരു പർപ്പസ്ഫുള്ളി, സാറ് പറഞ്ഞ പോലെ നല്ല ഫോഴ്സ്ഫുള്ളി പറയേണ്ട ഒരു കാര്യമാണ്. ഇനി പറഞ്ഞ് ചിലപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ആ നെഗറ്റീവ് തോട്ട് വേറെ രീതിയിൽ വരും. അവിടെ നിങ്ങൾ ഒന്നുകൂടെ പറഞ്ഞോ, ചിലപ്പോൾ 1 മണിക്കൂറിൽ 10 പ്രാവശ്യം പറയേണ്ടി വരും, സാരമില്ല പറഞ്ഞോ. പക്ഷേ ഗ്രാജുവലി നിങ്ങൾ ഈ 1 മണിക്കൂറിൽ 10 പ്രാവശ്യം പറഞ്ഞ കാര്യം അടുത്ത മണിക്കൂറാവുമ്പോൾ 5 പ്രാവശ്യം പറഞ്ഞാൽ മതിയായിരിക്കും. അതിൻ്റെ അടുത്ത മണിക്കൂറിൽ 2 പ്രാവശ്യം പറഞ്ഞാൽ മതിയാകും. സോ നിങ്ങൾ അതിനെ അഡാപ്റ്റ് ചെയ്തെടുക്കണം. ഒരിക്കലും ഒരു നെഗറ്റീവ് തോട്ട് മനസ്സിൽ വന്നാൽ അതിനെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി തിങ്ക് ചെയ്ത് കൊളവാക്കി ഉറക്കം നഷ്ടപ്പെടുത്തുകയല്ല വേണ്ടത്. മറിച്ച് അതിനെ അവിടെ ബ്രേക്ക് ചെയ്ത്, അത് പഠിക്കുമ്പോഴായാലും ഉറങ്ങുമ്പോഴായാലും നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് വരുന്നത് അവിടെ വെച്ച് അതിനെ ബ്രേക്ക് ചെയ്ത് മറ്റൊരു കാര്യത്തെക്കുറിച്ച്, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും. കാരണം നമ്മൾ സെക്കൻഡ് ടൈം ചെയ്യാനെടുത്ത തീരുമാനം ആരുടെയായിരുന്നു? നീറ്റ് 2024 നമ്മൾ എക്സാം എഴുതി, നമുക്ക് ജൂലൈയിൽ റിസൾട്ട് വന്നു. ഇനി അലോട്ട്മെൻ്റ് ഒക്കെ നടന്നപ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടാതെ പോയതായിരിക്കാം, ഏതെങ്കിലും ഒരു പർപ്പസ് കൊണ്ടായിരിക്കാം നമ്മൾ സെക്കൻഡ് ടൈം ഒക്കെ ചെയ്യാൻ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനാണ് നമ്മളെടുത്ത തീരുമാനം. ഫസ്റ്റ് ടൈം ചെയ്യാനോ സെക്കൻഡ് ടൈം ചെയ്യാനെടുത്ത തീരുമാനം 99% നമ്മുടെ തന്നെ തീരുമാനമാണ്. ഒരാളും നമ്മളെ നിർബന്ധിച്ചതല്ല, പേരൻസോ ടീച്ചേഴ്സോ ഒന്നും നമ്മളെ നിർബന്ധിച്ചതല്ല, നമ്മൾ തന്നെ എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിനെ സാധൂകരിക്കണമെങ്കിൽ, ന്യായീകരിക്കണമെങ്കിൽ 2025 മെയ് 4 നമ്മുടെ OMR 180 കൃത്യമായിട്ടുള്ള ബബിളുകൾ ഉണ്ടായേ പറ്റൂ. അതിന് മറ്റൊരു മാർഗമില്ല. നമ്മൾ ഷോർട്ട് കട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാലും, എന്തൊക്കെ നമുക്ക് എസ്കേപ്പിസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും, മെയ് 4 വൈകുന്നേരം 5 മണിയാകുമ്പോൾ നമ്മുടെ OMR എത്ര ബബിൾസ് ഉണ്ട്, കൃത്യമായ ബബിൾസ് ഉണ്ട്, അതുമാത്രമാണ് നീറ്റ് 2025 നമ്മുടെ സാധ്യതകൾ. കാരണം നമുക്ക് ഈ ടീച്ചർ പറഞ്ഞ എക്സാക്ട്ലി കറക്റ്റാണ്. കാരണം നമുക്ക് ഈ ഒരു ഓവർ തിങ്കിങ്ങിലോട്ട് പോകുന്നതിൻ്റെ ഡ്യൂറേഷൻ നമുക്കത് എത്രത്തോളം കൂട്ടിക്കൊണ്ട് പോകാം. ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ചിന്തിച്ചിരിക്കാം. പക്ഷേ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതെ ചിന്തിച്ചു എന്നാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ട് ഇപ്പോൾ വന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക്
ഒരു പ്രയോജനവും ഒരു ബബിള് പോലും കറക്റ്റ് ആകാനുള്ള ഒരു സാധ്യതയും നമുക്ക് മുമ്പിലില്ല. പക്ഷേ അതിൻ്റെ സമയം കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അത് നമ്മളെടുത്ത തീരുമാനത്തിൽ ഏറ്റവും ഉറച്ചു നിൽക്കുകയും ചെയ്യണം. അപ്പം ആ ഒരു ടൈം ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് 60 ദിവസങ്ങൾ ജനുവരി 20 മുമ്പായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വിനിയോഗിക്കുക. നമ്മൾ എസ്കേപ്പിസം വിചാരിച്ച് അല്ലെങ്കിൽ നമ്മൾ ലാഗ് ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് യൂണിറ്റ് വൈസ് എക്സാമിലോട്ട് പോവുകയും ചെയ്യരുത്. കാരണം അവിടെ നമുക്ക് 2 ദിവസം ഇടവിട്ട് നമ്മൾ മോഡലുകൾ വരികയാണ്. നമുക്ക് അത്രത്തോളം തയ്യാറെടുക്കാനായിട്ട് നമുക്ക് വേറെ രീതിയിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പം ഏറ്റവും കൃത്യമായിട്ടുള്ളൊരു പഠനത്തിൻ്റെ സമയം തന്നെയാണ് ജനുവരി 20 വരെ ഉള്ളതെന്നുള്ളത് കൃത്യമായിട്ട്. കാരണം പിന്നീടൊരു അവസരം എനിക്ക് ബാക്ക്ലോഗ്സ് ഉണ്ട് എന്ന് 2 മാസം മുമ്പ് പറയുകയാണ് ഇതിൻ്റെ ടൈം ടേബിളിനെ കുറിച്ച്. ജനുവരി 20 ഒരിക്കലും നമുക്കത് ആവർത്തിക്കാനുള്ള ഇടപെടൽ. മാത്രമല്ല ഇപ്പം തന്നെ പല കുട്ടികളും ഇച്ചിരി ഒന്ന് മാർക്ക് കുറയുമ്പോൾ ഇത് എൻ്റെ വേ അല്ല, ഞാൻ തന്നെ സെലക്ട് ചെയ്തൊരു എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ് ഞാനിവിടെ വന്നത്, പക്ഷേ ഞാനതിന് ആപ്റ്റ് അല്ല, എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, ആ ഒരു തോട്ട് ചിലരുടെ എങ്കിലും മനസ്സിൽ കയറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇപ്പം. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച് അത് വേണമെന്ന് ചിന്തിച്ച് എന്തായാലും ഇറങ്ങി പുറപ്പെട്ടു. ഒരു 6 മാസത്തോളം നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. എന്നിട്ട് പകുതി വെച്ച് ഞാൻ ഇതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആളല്ല, ആപ്റ്റല്ല എന്ന് പറയുന്നത് ഭയങ്കര ഭീരുത്വമാണ്. നമ്മൾ അതല്ല ചെയ്യേണ്ടത്. നമുക്കത് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അത് ടിൽ ദ എൻഡ്, ആ അവസാന പോയിന്റ് വരെ, അവസാന നിമിഷം വരെ നമ്മളതിന് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പല കുഞ്ഞുങ്ങളും ഒരു മാർക്ക് കുറയുമ്പോൾ അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് ഈ പറയുന്ന പോലെ വീക്ക്ലി എക്സാമിനൊക്കെ പലപ്പോഴും മാർക്ക് കുറയുമ്പോൾ പകുതിയൊക്കെ ആയി, ഇനി എന്നെക്കൊണ്ട് പറ്റത്തില്ല, പലരും നല്ല മാർക്കൊക്കെയാണ്, അപ്പോൾ ഞാനിതിന് ചേർന്ന ആളല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ തന്നെ ഞാനിതിന് ആപ്റ്റല്ല എന്ന് തോന്നിയാൽ പിന്നെ ആർക്കാണ് നിങ്ങളെ രക്ഷിക്കാൻ പറ്റുന്നത്? ഞാനിതിന് ആപ്റ്റാണ്, എന്നെക്കൊണ്ടത് പറ്റും, എൻ്റെ കുറവുകൾ എനിക്ക് തിരുത്തി വരണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്തെ ഞങ്ങൾക്ക് നിങ്ങളുടെ കൈ പിടിച്ച് മുന്നേറാൻ പറ്റൂ. നിങ്ങൾ തന്നെ ഇല്ല ഞാൻ ഓടില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് തളർന്നു നിന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? സോ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. നമുക്ക് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മാർക്ക് കുറയുന്നു, ഇതെൻ്റെ ആഗ്രഹമാണ്, ഞാൻ തീരുമാനിച്ച് എന്തായാലും ഇറങ്ങി പുറപ്പെട്ടു, ഇനി ഞാൻ ആ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞു, വിസിൽ കേട്ട പകുതി വരെ ഓടി. ഈ പകുതി ഓട്ടത്തിൽ നമുക്ക് 2 ഓപ്ഷനാണ്. ഒന്നുകിൽ അവിടെ വെച്ച് തന്നെ ക്വിറ്റ് ചെയ്ത് പോകാം. പക്ഷെ അവിടെ വെച്ച് ക്വിറ്റ് ചെയ്ത് പോകുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചിലപ്പോൾ ആ ഫിനിഷിംഗ് പോയിന്റിൽ ആദ്യം എത്താൻ പോകുന്നത് നിങ്ങളായിരിക്കും. പക്ഷെ അവിടം വരെ ഒന്ന് ഓടിയാലല്ലേ ആദ്യമാണോ നമ്മൾ എത്തുന്നത് അവസാനമാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റൂ. പകുതി വെച്ച് എനിക്ക് വയ്യ, ഞാൻ തല ഇറങ്ങി വീഴും, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ഇപ്പം എന്നെ ഓവർടേക്ക് ചെയ്ത് പോകും എന്ന് വിചാരിച്ച് അവിടെ വെച്ച് തന്നെ നമ്മൾ ക്വിറ്റ് ചെയ്ത് ഇറങ്ങി വരുന്നതിനെ കുറിച്ച് എന്ത് ഭീരുത്വമാണെന്ന് ആലോചിച്ച് നോക്കിയേ. സോ അതല്ല വേണ്ടത്. ഫിനിഷിംഗ് പോയിന്റ് വരെ എത്താൻ അതുവരെ ഞാൻ ഓടും, എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും വേഗത്തിൽ ഞാൻ ഓടുമെന്ന് ചിന്തിച്ച് അതുവരെ ഏറ്റവും കഠിനമാണ് ആ ഓട്ടം, പക്ഷേ എങ്കിലും അത് ഞാൻ ഓടുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന നിമിഷം നിങ്ങൾക്കൊരു പവർ കിട്ടും. അത് ചിന്തിച്ച് ആ ട്രാക്കിലൂടെ നിങ്ങളങ്ങ് ഓടിക്കൊണ്ടിരിക്കുക. ഒരിക്കലും ഇവിടെ ഒരു ഞാൻ ഡീമോട്ടിവേറ്റഡ് ആയി പോകരുത്. നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഒരിക്കലും മാർക്കിനെ കുറിച്ച് അനലൈസ് ചെയ്യേണ്ട ഒരു സമയമായിട്ടില്ല. പലപ്പോഴും കുട്ടികൾ പറയുന്നത് എനിക്കിപ്പോഴും ആവറേജ് കിട്ടുന്നത് 450 ആണ് അല്ലെ 500 ആണ് എന്നുള്ളതാണ്. ഇത് ആവറേജ് എടുക്കേണ്ട സമയം എന്ന് പറയുന്ന ഒരു മാർച്ച് അവസാനം നമ്മളൊരു 10 ഫുൾ മോഡലൊക്കെ എഴുതി കഴിയുമ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് 500 ആണ്. 500 പോരാ, എനിക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടണമെങ്കിൽ 600 വേണം. എനിക്ക് എവിടെയാണ് 100 മാർക്ക് എങ്ങനെ കൂട്ടാനായിട്ട് സാധിക്കും? സ്പീഡ് കൂട്ടേണ്ടി വരുമായിരിക്കാം, നെഗറ്റീവിനെ മാറ്റേണ്ടി വരുമായിരിക്കാം, NCERT കൂടുതൽ വായിക്കേണ്ടി വരുമായിരിക്കാം, ഫിസിക്സ് പ്രോബുകൾ കൂടുതൽ ചെയ്യും. ഒത്തിരി മെത്തേഡുകൾ നമുക്ക് മാർക്ക് കൂട്ടാനായിട്ട് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ അതിപ്പോഴല്ല. ഇപ്പം നമ്മൾ മാർക്കിന് മുമ്പേ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ജനുവരി വരെ 20 വരെയുള്ള ഈ ഏറ്റവും ഉള്ള ഈ ടോപ്പിക്കുകളെ ഒന്നും നമ്മുടെ കയ്യിലാക്കാനുള്ള ഒത്തിരി എവിടെയെങ്കിലുമൊക്കെ നമുക്ക് മിസ്സിങ്സ് വരും. അതുകൊണ്ട് അത് ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് യൂണിറ്റുകൾ എക്സാം തുടങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള ഈ വെക്കേഷനെ എങ്ങനെ ഉപയോഗിക്കാം, വെക്കേഷനെ എങ്ങനെ കുറയ്ക്കാം, ഓവർ തിങ്കിങ്ങിനെ എങ്ങനെ കുറയ്ക്കാം, എന്താണ് ഇപ്പോൾ ഇന്ന് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചെയ്തതും. അവിടെ ഒരു കാര്യം, നമ്മളുടേതായിട്ടുള്ള വർക്കുകൾ ഉണ്ടായിരിക്കണം അവിടെ. അതിൽ നിന്നും നമുക്കൊരു മാറ്റം ഒരിക്കലും, കാരണം ഇപ്പം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നവംബർ ആയിട്ടേ ഉള്ളൂ, ഇതെനിക്ക് കിട്ടില്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യവും നമുക്ക് മുമ്പിൽ ഉണ്ടായിട്ടില്ല. കാരണം നീറ്റ് 2025-ഉം 23-ഉം 22-ഉം 21-ഉം പോലെയൊക്കെ ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 180 ചോദ്യങ്ങൾ. ഏതൊരു കുട്ടിക്കും ഒരു 150ഓളം ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ട് കിട്ടും. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ ഡേറ്റ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം ആൻസർ കിട്ടുന്നതായിരിക്കും 150 ചോദ്യങ്ങളോളം. പിന്നെയുള്ള 30 ചോദ്യങ്ങൾ അത് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ വരാം, അസേർഷൻ റീസൺ വരാം, പ്രോബ്ലം ലെവൽ വരാം, നിങ്ങൾക്ക് അറിയാത്തത് വരാം, ഏത് മീഡിയമാകാം.
അതിന് നമുക്ക് മോഡലുകളിലൂടെ ഇഷ്ടംപോലുള്ള യാത്രകളുമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സമയമാണ് നമ്മൾ അവിടെ വെച്ചാണ് നമ്മളൊന്ന് ഷാർപ്പൻ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ, നിങ്ങൾ അങ്ങനെ തന്നെ എടുത്താൽ മതി. ഞാൻ പഠിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പഠിക്കുമ്പോൾ എററുകൾ വരിക സാധാരണമാണ്. നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ആദ്യം പോയി എനിക്കിപ്പോൾ ഡോക്ടർ ആയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം രാവിലെ തന്നെ ഞാനൊരു ഓർഗൻ സിസ്റ്റം പഠിച്ചു, ഇന്ന് തന്നെ എനിക്ക് സർജറി ചെയ്ത് ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നമ്മളത് പഠിച്ച് മനസ്സിലാക്കി വരുമ്പോൾ, അപ്പോൾ ആദ്യമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് തെറ്റ് വരും, ചിലപ്പോൾ നമുക്ക് എല്ലാം തെറ്റും. കുറേ കഴിഞ്ഞ് നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ വെൽ നോൺ ആയിട്ടുള്ള ഭയങ്കര വലിയ സർജൻസ്മാരൊക്കെ ആവുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് പഠിക്കുന്ന കാര്യത്തിൽ. ഇപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ തെറ്റ് വരിക എന്നുള്ളത് കോമൺ ആണ്. തെറ്റ് വന്നോട്ടെ, തെറ്റ് വന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് നമ്മുടെ കുറവെന്ന്. ആ തെറ്റുകളിലൂടെ തന്നെ നമ്മൾ പഠിച്ചു പോകും. സോ ഈ തെറ്റുകളൊന്നും തന്നെ നിങ്ങൾ ഡിപ്രസ്ഡ് ആവാനോ നിങ്ങൾ അയ്യോ ഇതെൻ്റെ ട്രാക്ക് അല്ല എന്ന് ചിന്തിക്കാനോ ഉള്ള സമയമല്ല. മറിച്ച് ഓരോ പ്രാവശ്യം തെറ്റുകളിലേക്ക് വരുമ്പോഴും അത്രയും വേഗത്തിൽ തന്നെ ആ തെറ്റുകളെ കവർ ചെയ്ത് മുന്നോട്ട് പോവുക. അവിടെ അറച്ചു നിൽക്കാതെ മുന്നോട്ട് പോകുന്ന ആളാണ് വിജയി. അല്ലാതെ നിങ്ങളെക്കാളും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെക്കാളും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾ മുന്നോട്ടെത്തും. കാരണം അവിടെ അവൻ്റെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് എത്രത്തോളം പുറകിലോട്ട് പോകുന്നോ അത്രത്തോളം മുൻപിലേക്ക് അവൻ ഓടിയെത്തുന്നു. നിങ്ങളും അതാണ് ചെയ്യേണ്ടത്. എത്ര പുറകിലോട്ട് പോകുന്നോ അത്രയും വേഗത്തിൽ ഓടിയാലേ ആ ദൂരം നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. അവിടെ ആ ഓട്ടത്തിൻ്റെ വേഗത നിങ്ങൾ കൂട്ടണം. അല്ലാതെ അവിടെ അറച്ചു നിന്ന് ഇനി ഞാൻ ഓടില്ല, എനിക്ക് പറ്റില്ല, എൻ്റെ കുറവിതാണ്, ഞാൻ +2, ഞാൻ സ്റ്റേറ്റ്, ഞാൻ അത് ഒരുപാട് നമുക്ക് പറയാൻ എക്സ്ക്യൂസസ് ഒരുപാടുണ്ടാകും. പക്ഷേ വിജയത്തിന് ഒരു എക്സ്ക്യൂസസും ഇല്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും സക്സസ് നിങ്ങളുടെ കൂടെ ആയിരിക്കും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.